കിരൺകുമാർ. വിസ്മയ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവളുടെ ചിരിയും എന്താ പറയുക, നിഷ്കളങ്കത്വമൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെ വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. അവളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു കാറ്, തന്നെ ഇഷ്ടപ്പെട്ട കാറ് സ്ത്രീധനമായി കിട്ടാത്തതിൻ്റെ പേരിൽ മാനസികമായി ഉപദ്രവിച്ച് ഒടുവിൽ മരണത്തിലേക്ക് എത്തിച്ച കിരൺകുമാറിന് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ശിക്ഷാവിധിയിൽ ഇളവും ലഭിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ആരെയാണ് ഇതിൽ ചോദ്യം ചെയ്യേണ്ടത്? തന്നെ ഇതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. കിരൺകുമാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജയിലിലാണ്, നമുക്കറിയാവുന്നവരാണ്. 2021 ഈ കേസ് നടക്കുന്നത്. 2021 ജൂൺ മാസം 21. അപ്പോൾ ഏകദേശം 4 വർഷമായില്ലേ? 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വർഷം ആണ് ഈ സംഭവം നടന്നിട്ടായത്. അപ്പോൾ ഈ സംഭവം നടന്ന ഏകദേശം ഒരു 11 മാസം കഴിഞ്ഞപ്പോഴാണ് കിരൺകുമാറിന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷ വിധിക്കുന്നത്. ഈ 10 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചതിനകത്ത് ഇവർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ പോയിട്ടുണ്ട് കിരൺകുമാർ. അതിൽ പറഞ്ഞേക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. ഹൈക്കോടതി പക്ഷേ ജാമ്യവും കൊടുത്തിട്ടില്ല, അപ്പീലും പരിഗണിച്ചിട്ടില്ല. അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടില്ല. അപ്പോൾ കുറേ നാളായി ഇത് അപ്പീൽ കൊടുത്തിട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർ അതിൻ്റെ മുകളിലുള്ള സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് ശിക്ഷാവിധി താൽക്കാലികമായി റദ്ദ് ചെയ്തു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഹൈക്കോടതി ഇത് തീരുമാനമെടുക്കുന്നത് വരെയാണ് ഈ ജാമ്യവും ഈ ശിക്ഷാവിധി മരവിപ്പിച്ചത്. ഹൈക്കോടതി ഇവർ കൊടുത്ത ഇത് സംഭവം ഫയലിൽ സ്വീകരിച്ച് അതിൽ വിചാരണ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതില്ല, അതുവരെ മാത്രമേ ഉള്ളൂ, ഇടക്കാലാണ്. അപ്പോൾ അങ്ങനെ ജാമ്യം കൊടുത്തു. അതിൽ കർശന ഉപാധികളുണ്ട്. മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കരുത്, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കരുത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാരടുത്തും പുറത്ത് സംസാരിക്കരുത്, വീട്ടിൽ പോയി ഇരുന്നോളണം, മിണ്ടാതെ കഞ്ഞിയും കുടിച്ച് വീട്ടിലിരുന്നോളണം, പുറത്തിറങ്ങിയിട്ട് ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ പിടിച്ചാകത്തിരുന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കേണ്ട, പൊയ്ക്കോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ കേസ് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. വിസ്മയ കേസ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു പെൺകുട്ടി, എത്രയോ 20 22 വയസ്സം കണ്ടേ ഉള്ളെന്നാണ് എൻ്റെ ഓർമ്മ. ആ പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ്, അതും ഇദ്ദേഹമാണെങ്കിൽ എന്താ പറയുക, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടറായിട്ടുള്ള ഒരു ചെറുപ്രായത്തിൽ തന്നെ അത് നേടിയെടുക്കണമെങ്കിൽ അയാൾ അത്രയും കഴിവുള്ള മനുഷ്യനാണ്. ആ ഒരു ഉദ്യോഗസ്ഥൻ. അയാൾക്ക് കയ്യിലിരിപ്പും അവതിരിവും ശരിയല്ല. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു വീട്ടുകാർ, ഒരുപാട് സ്വർണം കൊടുക്കുന്നു, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കാറ് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്ത് കല്യാണം കഴിച്ച അടുത്ത ദിവസം മുതൽ ഇവന് കിട്ടിയ കാറ് പോരാ, കിട്ടിയ കാറിൽ ഇവൻ തൃപ്തനല്ല, കിട്ടിയ സ്വർണത്തിൽ ഇവൻ തൃപ്തനല്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് ചിന്തിക്കണം. സ്ത്രീധനം വാങ്ങാൻ പാടില്ല, സ്ത്രീധനത്തിൽ ചോദിക്കുന്നത് തെറ്റാണ് എന്നറിയാവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ. പിന്നെ ഗാർഹിക പീഡനം തെറ്റാണ് എന്ന് ഇയാൾക്കറിയാം. പക്ഷേ ഇതൊന്നും അയാളുടെ എന്താ പറയുക, പൈസയുടെ മുന്നിലുള്ള അയാളുടെ ഇതിലൊന്നും ഇത് പോയില്ല. അയാൾക്ക് അങ്ങനെ ഒരു ചിന്തയെ പോയില്ല. അയാൾക്ക് പൈസ ഇനി കിട്ടണം, കാറ് മാറ്റി കിട്ടണം, ഞാൻ പറയുന്ന കാറ് കിട്ടണം, സ്വർണ്ണം ഇതുപോരാ, സ്വർണ്ണം ഇനിയും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പെൺകുട്ടിയുടെ എവിടെയോ കണ്ടൊരു മുറിവേറ്റതിൻ്റെ ഒരു ഉപദ്രവിച്ചതിൻ്റെ ഒരു പാടുള്ളൊരു പടം, ആ പെൺകുട്ടി സഹോദരന് അയച്ചു കൊടുത്തൊരു പടം. അത്രയും മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായതിനു ശേഷമാണ് വിസ്മയ മരിക്കുന്നത്. പക്ഷെ അവിടെയും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സഹിച്ച് വീട്ടിൽ നിൽക്കുക എന്നുള്ളത് കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയൊക്കെ എന്താ തോന്നുന്നത്? ഇതിൽ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി വേണം അല്ലേ? ഇത്രയും ഇപ്പോൾ ഒരു 100 150 പവനോ കെട്ടിച്ച് വിട്ട് കൊടുത്ത് നമ്മളൊരു വിവാഹം കഴിക്കുക, നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. ആ വീട്ടിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു വാർത്ത, കൊടുത്ത സ്വർണത്തിൽ 1 പവൻ കുറവ്. അതിനാ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 1 പവൻ കുറവെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ച അവസാനം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി ജീവനൊടുക്കി. എന്തുകൊണ്ട് ജീവനൊടുക്കി എന്നൊരു ചോദ്യം വരും. വിവാഹം കഴിഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 4 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വീട്ടുകാരുടെ ചോദ്യം, മൊത്തം ചോദ്യത്തിന് മുന്നേ തലകുനിഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥ. ഈ 4 ദിവസം ആ കുട്ടി വീട്ടിൽ അനുഭവിച്ച വേദന എന്തായിരിക്കും? ഇതിലൊരു പരിധിവരെ വീട്ടുകാർക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു പ്രശ്നം, ഒരു അന്യവീടാണത്. നീ എന്തൊക്കെ പറഞ്ഞാലും അന്യവീട് തന്നെയാണ്. അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ അമ്മയും അച്ഛനെയും വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അമ്മയാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് എങ്കിൽ, എൻ്റെ അമ്മയോടാണ് ഞാൻ വിളിച്ച് പറഞ്ഞതെങ്കിൽ എൻ്റെ അമ്മ പറയുന്ന അടുത്ത ഡയലോഗ് എന്താണെന്ന് എനിക്കറിയാം. കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഭർത്താവ് പറഞ്ഞ് കേട്ടങ്ങ് ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ അങ്ങ് കളയണം, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം. എൻ്റെ അമ്മ പറയുന്ന അതേ ഡയലോഗ് ഇതായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇപ്പം തെറ്റ് ചെയ്തത്
എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർ ആണെങ്കിൽ കൂടി എൻ്റെ അമ്മ ആ തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്തേക്ക് ചൊരിഞ്ഞിട്ട് എൻ്റെ പാർട്ട്ണറെ സംരക്ഷിക്കും. കാരണം വിട്ടിട്ട് പോയാൽ നാട്ടുകാരുടെ മുന്നിൽ മകൾ ഭർത്താവ് ഉപേക്ഷിച്ചവളാവും, പിന്നെ അവളുടെ ജീവിതം എൻ്റെ തലയിലാവും, പിന്നെ അവളെ നോക്കേണ്ട ചുമതല എൻ്റെ ആവും. എൻ്റെ അമ്മ വിദ്യാഭ്യാസം വരെ ഇല്ലാത്ത ഒരാളല്ല, ഒരു സ്കൂളിലെ ടീച്ചറായിരുന്ന ആളാണ്. പക്ഷെ എൻ്റെ അമ്മ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കും. എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത് ഒരു പെണ്ണിനെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം കല്യാണമാണ് അല്ല, താലിയാണ്. താലി പോയാൽ പിന്നെ അവൾക്ക് ജീവിതം. എൻ്റെ അമ്മയെ പല ടോക്കിലും ഞാൻ നാണം കെടുത്തുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പഠിപ്പിച്ചതല്ലേ എൻ്റെ മൈൻഡിലിരിക്കൂ, അല്ലേ? ഇപ്പൊ ഞാനൊന്ന് ഉറക്കെ ചിരിച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞത് അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണാണ്. അല്ല, അത് ചെറുപ്രായത്തിലെ പെൺകുട്ടികളോട് മൈൻഡിലാണ് കുത്തിവെക്കുന്നത്. അന്യ വീട്ടിൽ പോകേണ്ടതാണ്, ചിരിക്കരുത്. ഇത്രയും ചിരിച്ചാൽ ഒരു വളർത്തിയരേ പറയുള്ളൂ. മുറ്റം എങ്ങനെയല്ല അടിക്കണം, ഇങ്ങനെ വേണം അടിക്കാൻ. അന്യ വീട്ടിൽ വിവാഹം കഴിക്കുന്നത് വരെ നമുക്ക് വീടില്ല, നമുക്ക് അന്യ വീടാണ്. കാരണം അവിടെ ചെന്ന് കയറിയിട്ട് തിരിച്ചു വരുമ്പോ ഇതില്ല, നമുക്ക് വീടേ ഇല്ലല്ലോ. സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് മാറി. എന്നുവെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചോളും, നോക്കില്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അവർ കുറച്ചുകൂടി സ്വയം പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നതോടുകൂടി ഇതൊക്കെ കുറേ മാറി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഉത്രയൊക്കെ കൊന്ന ഉത്ര കൊലക്കേസ്, ജീവിതത്തിൽ നമുക്കൊന്ന് ഒരാളെ നമ്മളെ ഉപദ്രവിക്കാൻ പോലും നമ്മൾക്ക് മാനസികമായി ചിലപ്പോൾ ഞാനൊക്കെ ഒരാളെ തളർത്തുമായിരിക്കും, എന്നെ കൊണ്ട് മാനസികമായി ഒരാളെ തളർത്താൻ കഴിയും. പക്ഷെ ഇങ്ങനെ ഒരു പാമ്പിനെ കൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? അപ്പൊ ആ രീതിയിലേക്ക് വരെ ആണുങ്ങളുടെ, എല്ലാ ആണുങ്ങളെ അല്ല പറയുന്നത്, ചില ആളുകൾ പണത്തിന് വേണ്ടി ഈ കൊതിമൂത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. പണമാണ് എല്ലാം, ഒരു പരിധിവരെ പണം വേണം, പക്ഷെ പണമല്ല എല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരമില്ലായ്മ കേടുകൂടിയുണ്ട് ഈ ആളുകൾക്ക് എന്നുള്ളതാണ്. അല്ല, നമ്മൾ പറയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർ എല്ലാം ആയി, വിദ്യാഭ്യാസം ഉള്ളവർ നല്ല വിവേകത്തോടുകൂടെ പെരുമാറും എന്നൊക്കെ ആണ് ഒരു കാഴ്ചപ്പാട്. ചങ്ങാതിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വിദ്യാഭ്യാസം ഒന്നിന്റെ മാനദണ്ഡമൊന്നുമല്ല. വിദ്യാഭ്യാസം ഒന്നിന്റെ മാനദണ്ഡമല്ല. വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പോലും നമ്മൾ മറക്കും, പക്ഷെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു നെഗറ്റീവ് അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലേ? പോസിറ്റീവായിട്ട് അതൊക്കെ നമ്മുടെ വളർന്നു വരുന്നതോറും നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ നിന്ന് 1ാം ക്ലാസ്സിൽ കിട്ടിയ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ തലച്ചോറിലുണ്ടാവും. ഞാനൊക്കെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കറിയാം ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന, കാരണം ഞാൻ അത്രയും ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു വിടുന്നത് എന്താണ്. അവർ ചോദിക്കുന്നത് എന്താ, ഒരു വിധത്തിൽ പെൺകുട്ടികളൊക്കെ അവരവരുടെ വീട്ടിൽ ഭാരമാണ്. അങ്ങനെ അല്ല, ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നൊക്കെ കുറേ കമൻറ്റുകൾ വരും. ഒരിക്കലും അല്ല. ഒരു 27-28 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് നോക്കട്ടെ, ഒറ്റയ്ക്ക് മീൻസ് വിവാഹം കഴിക്കാൻ നിന്ന് നോക്കട്ടെ, 27 വയസ്സായിട്ടും ഒന്നും ആയിട്ടില്ല, അല്ലേ? ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, പേര് പറയാൻ പറ്റില്ല എനിക്ക്, അവർക്ക് ഒരു 30-31 വയസ്സ് വരും. മികച്ച വിദ്യാഭ്യാസമുള്ള, കാണാൻ അതീവ സുന്ദരിയായിട്ടുള്ള, ഈ ആണുങ്ങളുടെ എല്ലാ സൗന്ദര്യ ബോധവും കൃത്യമായി ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ കല്യാണം കഴിച്ചിട്ടില്ല, അവൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല. അച്ഛനും അമ്മയും വെൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ഇതാണ്, സാമ്പത്തികമായി ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടി. ആ കുട്ടി കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു പൊതു എന്താ പറയുക ദുരന്തമായ പെൺകുട്ടി മാറുകയാണ്. അതായത് ആരെയും ചോദിച്ചാലും ഈ കല്യാണം 10-31 വയസ്സായില്ലേ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു. പക്ഷെ അതിന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അതിന് വിദ്യാഭ്യാസം ഉണ്ട്, അതിന് പഠിത്തമുണ്ട്. വയസ്സാം കാലത്ത് നമ്മൾ ആരെങ്കിലും നോക്കുന്ന, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയസ്സാം കാലത്ത് ആര് നോക്കുമെന്നാണ് ചോദിക്കുന്നത്. ഈ മക്കളും ഭർത്താവ് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവരെ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വിവാഹം എൻ്റെ പൊന്നു മക്കളെ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ആണിനോടായാലും പെണ്ണിനോടായാലും പറയാനുള്ളത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാവണം. അല്ലാതെ നിങ്ങൾ വിവാഹം എന്നുള്ള ഒരു വലിയ എന്താ പറയുക ദുരന്തത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത്. അത് നിങ്ങൾ വിചാരിക്കും പോലെയുള്ള സംഭവമല്ല. അതൊരു എന്താ പറയുക ഒരു വാരിക്കുഴിയാണ്. ചെന്ന് വെട്ടുപോയാൽ പുറത്തിറങ്ങാൻ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നടക്കൂല. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആവണം. സ്ട്രോങ് അല്ലാത്തവർ അതിൻ്റെ അകത്ത് പെട്ട് കിടക്കുക തന്നെ ചെയ്യും.